വിപണിയിൽ സജീവ സാന്നിധ്യമായി സ്കീം ഐസ്ക്രീംസും ടൂറിസം മേഖലയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ട് സ്കീ ലാൻഡ് എന്ന ക്യാമ്പയിനും തുടക്കം കുറിച്ചിരിക്കുകയാണ് കമ്പനി. നിലവിൽ കേരളമടക്കം 4 സംസ്ഥാനങ്ങളിൽ സ്കീ സജീവമാണ്. ഓണം വിപണിയിൽ സജീവ സാന്നിധ്യമായി സ്കീ ഐസ്ക്രീംസും ടൂറിസം മേഖലയ്ക്ക് കൂടി ഊന്നൽ നൽകിക്കൊണ്ട് സ്കീ ലാൻഡ് എന്ന ക്യാമ്പയിനും തുടക്കം കുറിച്ചിരിക്കുകയാണ് സ്കീ. This year marks the 50th year of our business in the ice cream industry. Ice cream industry has always been a seasonal business, and ഞങ്ങൾക്ക് അതിൻ്റെ fluctuations ഞങ്ങൾ കണ്ടിട്ടുണ്ട്. But then COVID has been extremely difficult for us and our distributors, and we've had to change our ways a lot to go about how we faced COVID as a problem. കുറേ സെഗ്മെൻറ്റുകൾ ഉണ്ടായിരുന്നു. മൊബൈൽ വെൻഡിങ് ആയിട്ടും കേറ്ററിംഗ് ആയിട്ടും ഹോട്ടൽ സെഗ്മെൻറ്റ്സും ആയിട്ടും അവരുടെ എല്ലാവരുടെയും ബിസിനസ്സുകൾ കോവിഡ് വന്നതോടെ ഒറ്റയടിക്ക് നിന്നു പോകുന്നൊരു അവസ്ഥ വന്നു. ആ ഒരു അവസ്ഥയിൽ നിന്ന് എല്ലാവരും കരകയറാനും ഞങ്ങൾക്കും അതൊരു ഉപയോഗമായിട്ട് ഞങ്ങൾ കുറേ സബ്സിഡൈസ് ചെയ്ത് കുറേ ഫ്രീസേഴ്സും മാർക്കറ്റിലോട്ട് ഇറക്കി. ആ മാർക്കറ്റിലോട്ട് ഫ്രീസറുകൾ ഇറക്കും തോറും നമുക്ക് പുതിയ റീറ്റെയിൽ സെഗ്മെൻറ്റുകൾ ഓപ്പൺ അപ്പ് ആയി, ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ സെഗ്മെൻറ്റുകളും വളർന്നു. എല്ലാവരും പല പല വേരിയേഷൻസ് ഓഫ് സെഗ്മെൻറ്റ്സ് ഓഫ് ബിസിനസ്സിലോട്ടും കയറി വന്നു. അതോടെ കോവിഡ് വന്നു. അത് കഴിഞ്ഞോടെ നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ബിക്കേം ഓൾസോ സ്ട്രോങ്. വി ആസ് എ കമ്പനി ഓൾസോ ബിക്കേം സ്ട്രോങ്. ഈ കോവിഡ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഈ എല്ലാ ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെയും ഈ സെഗ്മെൻറ്റുകളുടെ എല്ലാം കൂടുതലിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ റീറ്റെയിൽ സെഗ്മെൻറ്റ് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തത് കൊണ്ട് തന്നെ കോവിഡ് റെസ്ട്രിക്ഷൻസ് എല്ലാം ലിഫ്റ്റ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്ക് ആ സെഗ്മെൻറ്റും ഗ്രോ ചെയ്തു, റീറ്റെയിൽ സെഗ്മെൻറ്റും ഗ്രോ ചെയ്തു. ആൻഡ് ഓൾ ആർ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് on an average grown by 30 to 40%. And അതുകൊണ്ട് തന്നെ അത് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെയും സഹായിച്ചു, നമ്മളെ ആസ് എ ബ്രാൻഡ് ഓൾസോ സഹായിച്ചിട്ടുണ്ട്. ആൻഡ് ദി ഇൻഡസ്ട്രി ആസ് സച്ച് ഹാസ് ഓൾസോ ഗ്രോൺ. എവ്രി വൺ ഇൻ ദി ഇൻഡസ്ട്രി ഹാസ് ഗ്രോൺ. ആൻഡ് ഈ പോസ്റ്റ് കോവിഡ് എല്ലാവരും തന്നെ ഹാസ് ഡൺ സോ മച്ച് ഓഫ് അഡ്വർടൈസ്മെൻറ്റ്സ് ഇൻ മാർക്കറ്റിംഗ്. The industry itself has become very, very, very aggressive, and everyone has done really well in the industry. നമ്മൾ കറൻ്റ്ലി 4 സ്റ്റേറ്റിലാണുള്ളത്: കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കർണാടക. ഈ വർഷത്തെ നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ കൂടുതൽ അഗ്രസീവായിട്ട് ഈ സ്റ്റേറ്റ്സിലോട്ട് പെനിട്രേറ്റ് ചെയ്യാനാണ്. നമ്മൾ അതിനോടൊപ്പം തന്നെ സ്കീ ലാൻഡ് എന്ന് പറഞ്ഞ ഒരു പുതിയൊരു ക്യാമ്പയിൻ തുടങ്ങുന്നുണ്ട്. ആ ക്യാമ്പയിൻ്റെ ഐഡിയ അല്ലെങ്കിൽ കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ അത്രം അതായത് പോപ്പുലർ അല്ലാത്ത ഹിഡൻ ജെംസ് ആൾക്കാരിലോട്ട് അറിയിക്കാനാണ്. നമ്മൾ ആദ്യം കേരളം വെച്ചാണ് തുടങ്ങുന്നത്. അതിനുള്ള 2 സ്ഥലം നമ്മൾ ഓൾറെഡി സെലക്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഓച്ചിറക്കളി, രണ്ടാമത് ആനക്കുളം. നല്ല ക്യാമ്പയിൻ ആവുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എല്ലാ ബ്രാൻഡുകളും ഭയങ്കരമായിട്ട് അഡ്വർടൈസും മാർക്കറ്റും ചെയ്തിട്ട് കൺസ്യൂമേഴ്സ് എല്ലാവരും ഭയങ്കര അവെയർനെസ് എല്ലാവരുടെയും കൂടിയിട്ടുണ്ട്. ആ അവെയർനെസ് കൂടിയതിൻ്റെ ഭാഗമായിട്ട് എല്ലാവരുടെയും ഓപ്ഷൻസ് കൂടി. എല്ലാവരും പണ്ട് ഒരു വാനില ഐസ്ക്രീം എന്നോ ഒരു ചോക്ലേറ്റ് ഐസ്ക്രീം എന്നോ പറഞ്ഞു കൊടുത്തുനിന്ന് ബ്രാൻഡുകൾ ചോദിച്ചു വാങ്ങി തുടങ്ങി. ആൻഡ് every organized ice cream manufacturer started trying to give as much value as you can to a customer, because customers are kings, and all of us are striving towards giving the best value product for a customer. Over 2-3 years സ്കീന് ഒരു ഓൾ ഇന്ത്യ പ്രസൻസ് ഉണ്ടാവാനാണ് നമ്മുടെ പ്ലാൻ. സ്കീ ഫാമിലിയിൽ നിന്ന് നിങ്ങളെല്ലാ വ്യൂവേഴ്സിനും ഞങ്ങളുടെ വക ഒരു ഹാപ്പി ഓണം. താങ്ക് യു സോ മച്ച്.
താങ്ക് യു.